കൂട്ടുകാരെ നമസ്കാരം. നമ്മളിന്ന് ഒരു കൂൺ നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ച് വെക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മുടെ കൂണിനെ ആദ്യം തന്നെ അതിൻ്റെ പുറത്ത് തൊലിയും അകത്തൊരു കറുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതും ക്ലീൻ ആക്കി എടുക്കണം. അതൊക്കെ കളഞ്ഞിട്ട് അതിനുശേഷം 3 പ്രാവശ്യം കഴുകിയിട്ട് മഞ്ഞൾ പൊടിയൊക്കെ തൂത്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. കാരണം ഇത് വിഷാംശം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കളർ നീല കളറായി മാറും. അതിനാണ് മഞ്ഞൾ തൂത്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഈ കൂണിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പയിൽ വേവാൻ വെക്കാം. കുറച്ച് ഉപ്പ് ഇടണം. ഇനി നമുക്ക് ഇരുമ്പ് ചട്ടിയിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള അരമുറി തേങ്ങ ചിരണ്ടി വെക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 4 കൊച്ചുള്ളി, 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെയാണ് നമ്മുടെ മസാല. ഇതെല്ലാം കൂടി നമുക്ക് വറുത്തെടുക്കാം. ആദ്യം തന്നെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ കൂണിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം കൂണിൽ നിറയെ വെള്ളമാണ്, പെട്ടെന്ന് വേവുകയും ചെയ്യും. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലോട്ട് പട്ട ഇട്ട് കൊടുക്കാം, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, ഏലക്ക ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇരുമ്പ് ചട്ടിയിലൊക്കെ തേങ്ങ വറക്കുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി പെരുംജീരകം ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. കറിവേപ്പില, കൊച്ചുള്ളിയൊക്കെ എത്രയധികം ഇട്ടാലും കറിക്ക് ടേസ്റ്റ് കൂടും. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂണിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി നിറയും കൂണിലുണ്ട്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സ്ത്രീകളും കുട്ടികളും കൂണുകൾ കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കൂണിൽ. അതുപോലെ തന്നെ ക്യാൻസർ കുറയ്ക്കാൻ സഹായിക്കുന്ന എർഗോത്യോൺ എന്ന് പറഞ്ഞൊരു ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എൻ്റെ കണ്ടുപിടുത്തമല്ല, ഗൂഗിളിൽ നിന്ന് കണ്ടതാണ്. വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ കൂണ് കഴിച്ചാൽ നമ്മുടെ വെയിറ്റ് ലോസ് ആവുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഈ തേങ്ങയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ആ ചട്ടി ചൂടാവാനുള്ള ടൈമേ എടുക്കുള്ളൂ. പിന്നെ നമുക്ക് വെറുതെ സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതി. മൺചട്ടിയും ഇരുമ്പ് ചട്ടിക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഗ്യാസേ ആവശ്യമുള്ളൂ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമുക്കിതിലോട്ട്